2 ലക്ഷത്തിലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എല്ലാവരും സഹായിക്കണം എന്നല്ല, നിങ്ങൾ പറ്റുന്ന ആൾക്കാർ ഒരു 50 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും അത് നിങ്ങൾ തരുന്ന വലിയൊരു ഉപകാരമായിരിക്കും. 50 രൂപയായാലും 100 രൂപയായാലും ചെറുതായിട്ട് ഷാജിദെ ഒന്ന് സഹായിക്കണമെന്നാണ് ഷാജിദ പറയുന്നത്. ആഫ്റ്റർ എ ലോങ് പീരീഡ് നമ്മൾ ഷാജിദയുടെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണം. വീട് മേടിക്കാനുള്ള പൈസ ആളുടെ കയ്യിലില്ല. അപ്പൊ കാണുന്ന നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് 50ഓ 100ഓ വെച്ച് പുള്ളിക്കാരിക്ക് കൊടുത്ത് സഹായിച്ചൊരു വീടെന്ന സ്വപ്നത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ സഹായിക്കണമെന്നാണ് പറയുന്നത്. കാലെടുത്ത് വെച്ച് കഴിയുമ്പോൾ തിരിഞ്ഞെന്ന് പറയാൻ അറിയത്തില്ല. അപ്പൊ ഷാജിദുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലഗനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഹൈപ്പ് കണ്ടുപിടിച്ച് പ്ലഗനെ ക്ലിക്ക് വെച്ച് കൊടുക്കുക. കമന്റ് ബോക്സിൽ ടപ്പനെ എന്നൊരു കമന്റ് ഇടുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ. അൺസബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യ്. കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസവും നമ്മൾ ഷാജിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഷാജിയുടെ തംബ്നെയിൽ നോക്കിയപ്പോഴത്തേനും ഇതാണ് തംബ്നെയിൽ. നിങ്ങളെ കൊണ്ട് പറ്റുന്നവർ സഹായിക്കുക, ഷെയർ ചെയ്യുക. ഒരു കൊച്ചു വീടെന്ന സ്വപ്നം, ഒരു QR കോഡും പുള്ളിക്കാരിയുടെ പേരും സാധനമൊക്കെ. കുറച്ച് നാൾ പുറകിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് തൈറോയിഡിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു. അപ്പൊ ചികിത്സിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് പുള്ളിക്കാരി ഇതുപോലെ തന്നെ വന്നിരുന്നു കുറച്ച് ആളുകളോട് പൈസ അഭ്യർത്ഥിക്കുകയും പുള്ളിക്കാരിയുടെ മറ്റേ പ്രൊഫൈലിലൊക്കെ ഗൂഗിൾ പേ നമ്പറുകളും സ്കാനറുകളും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി ആളുകൾ സഹായിച്ചു. ആ സഹായത്തിൽ അവരവരുടെ സർജറിയൊക്കെ ചെയ്ത് പൂർണ്ണ ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷം നീയൊക്കെ എനിക്ക് തന്നിട്ടാണോ ഞാൻ ജീവിക്കുന്നത്, നീ സബ്സ്ക്രൈബർ സഹായിച്ചിട്ടാണോ ഞാൻ നിൽക്കുന്നത് എന്ന രീതിയിൽ ഒരു സംസാരം പുള്ളിക്കാരി സംസാരിച്ചു. ഇപ്പൊ പുള്ളിക്കാരിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരുമായി പ്രശ്നം, വീട്ടുകാരുമായി പ്രശ്നം, സ്വന്തക്കാരുമായി പ്രശ്നം, അയലത്തെ വീട്ടിലെ ചെറുക്കനുമായിട്ട് പ്രശ്നം. അങ്ങനെ പുള്ളിക്കാരി എല്ലാവരുമായിട്ടും പ്രശ്നമാണ്. അങ്ങനെ പ്രശ്നത്തെ തുടർന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കേണ്ടതായി വന്നു. ഈ ഇറങ്ങിത്തിരിച്ചപ്പോൾ ചന്ദനമരം മുറിച്ച കേസൊക്കെ വേറെ, ഇതെല്ലാം വിടും. അങ്ങനെ ഇറങ്ങിത്തിരിച്ച് നിലവിൽ പുള്ളിക്കാരി ഒരു വാടക വീട്ടിൽ നിലുറപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ മക്കളുടെ പഠനം, മറ്റ് ദൈനംദിന ചെലവുകൾ എല്ലാം ബാക്കിയാണ്ട് വന്നു. എല്ലാം എടുക്കാൻ തികയാതെ വന്നു. പുള്ളിക്കാരിക്ക് ഭയങ്കര അതിഭീകരമായ വ്യൂസാണ് സോഷ്യൽ മീഡിയ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതായത് ഏത് വീഡിയോ ഇട്ടാലും 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം വ്യൂസ് അങ്ങനെ അടിച്ചു കയറുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ സമയത്ത് നല്ല രീതിയിൽ ദമ്പടി കിട്ടി. ഈ ദമ്പടി കിട്ടിയപ്പോൾ മുടിഞ്ഞ അഹങ്കാരമായിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി പല ആൾക്കാരെ പുറഞ്ചം പുച്ഛിക്കുന്നത് നമ്മൾ കണ്ടതുമാണ്. പണിയെടുത്തിട്ടാടോ ജീവിക്കുന്നത്, ഇതാടോ എൻ്റെ പണി, ഞാൻ പ്രമോഷന് പോകുമ്പോട്ടോ എടോ ഇതാടോ ജീവിതം, ഇത് കഷ്ടപ്പാടാടോ എന്നൊക്കെ പറഞ്ഞിട്ട് സകലമായ ആളുകളെ പുച്ഛിച്ചാണ് പുള്ളിക്കാരി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കാലഘട്ടം മാറി. ഇപ്പൊ താരവര രേണുസുധിയാണ് നിലവിലെ താരം. രേണുസുധി അതിവൈറലായി കയറി വന്നതോടെ ഷാജിക്ക് വ്യൂസ് വളരെ വലിയ രീതിയിൽ താഴെ പോയി. നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേനും ഇപ്പൊ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് 20K വ്യൂസ്, 32K, 4.9K വ്യൂസ്, 21K, 49K, 8.1K, 25K. ഇതാണ് നിലവിൽ അവരുടെ ഒരു വ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യൂസ് വെച്ചിട്ട് എന്ത് പൈസ കിട്ടും എന്നുള്ളത് ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വലിയ രീതിക്കുള്ള വരുമാനം ഇപ്പൊ വരുന്നില്ല. അതുമാത്രമല്ല, വെളുത്തിട്ട് പാറാൻ ക്രീം പുരട്ടുന്നു, നൈറ്റി ഇടുന്നു, മോതിരങ്ങൾ ഇറക്കുന്നു, കൈച്ചൈനുകൾ ഇറക്കുന്നു എന്ന രീതിയിൽ ഹിറ്റ് അടിച്ച് നിന്നപ്പോഴത്തേനും വളരെ അഹങ്കാരപരമായിട്ട് രീതിയിലാണ് ഷാജിദ പെരുമാറിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അഹങ്കാരമൊക്കെ കുറച്ച് മാറി തലകൂട്ട തുണിയൊക്കെ ഇട്ട് അയ്യോ പാവം എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ പുള്ളിക്കാരിയുടെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരി വീടെന്ന സ്വപ്നമായി തിരിച്ചിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നിരവധി ആളുകൾക്ക് വീടില്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് സ്വന്തമായിട്ട് വീടില്ല. അങ്ങനെ വീടില്ലാത്ത ആളുകൾ അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് മേടിക്കുക എന്നുള്ളത്. നമ്മളെ വീഡിയോ കാണുന്ന നിങ്ങൾ പലർക്കും കാണുന്നൊരു ആഗ്രഹം. പുള്ളിക്കാരി വീട് വെക്കാനായിട്ട് കണ്ടൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടം പോലെ, ഒരു 2-2.5 ലക്ഷം രൂപ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരോട് ചോദിക്കാം, അവർ തരുന്ന പൈസയ്ക്ക് നമ്മൾ വീട് വെക്കുന്നു. വീട് വെച്ചതിന് ശേഷം തിരിച്ച് നിന്റെയൊക്കെ സഹായത്തിലാണ് ഞാൻ വീട് വെച്ച്, അത് മനസ്സറിഞ്ഞ് തന്നല്ലടാ എന്നൊക്കെ ചോദിക്കുമോ നമുക്കറിയത്തില്ല. എന്നാലും നമുക്ക് ഷാജിദയുടെ വീഡിയോ കണ്ടു നോക്കാം. ഒരാളല്ലല്ലോ 5 ആൾ പഠിക്കുന്നുണ്ട്. 5 ആളുടെ പഠിപ്പും കാര്യങ്ങളും അങ്ങനെ കുറെ ഇതുള്ളതുകൊണ്ട് എനിക്ക് വാടകയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഒരാളുടെ കഷ്ടപ്പാടുകൾ കേൾക്കുമ്പോൾ എനിക്ക് അതിയായ വിഷമമുണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് സമ്പത്ത് വരുമ്പോൾ നമ്മളൊരു
പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ താഴെയുള്ളവനെ എല്ലാം നീ പോടാ മാപ്പാ താപ്പി തൂപ്പു തൂപ്പു പറഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു ഡൗൺഫോൾ വരുമ്പോൾ സഹായിക്കണടാ, കഷ്ടമുണ്ടോ മുത്തേ, പൈസ ഇല്ലടാ താടാ എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങൾ തൈറോയിഡിന്റെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേനും ഒരു സർജറി വേണ്ടി വന്ന സമയത്ത് പല ആൾക്കാർ സഹായിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ പല ആൾക്കാരോടും നിന്റെയൊക്കെ സഹായത്തിലാണോടാ ഞാൻ ജീവിക്കുന്നത്, നീയൊക്കെ ആണോടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരെയും പുച്ഛിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ ഇനിയെങ്കിലും അങ്ങനെ ആകാതെ ഇരിക്കട്ടെ, ബാക്കിയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മളെ വീട് എന്ന സംഭവത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, എനിക്ക് 21,000 സബ്സ്ക്രൈബർ ഉണ്ട്. കണ്ടു പട്ടി ഷാജി സബ്സ്ക്രൈബേഴ്സിനോട് പൈസ വീടിന് ചോദിച്ചപ്പോഴത്തേനും വാരി കോരി സഹായിക്കുന്ന എന്തോരം പുരുഷന്മാരുണ്ടെന്നറിയാലോ, എന്തോരം ആൾക്കാരുണ്ടെന്നറിയോ. എനിക്ക് വീടില്ല, നിരവധി കടം, സഹായിക്ക്. QR കോഡൊന്നും ഇല്ല, ഡയറക്റ്റ് പൈസ ഇങ്ങനെ മണി ഓർഡർ ആയിട്ട് അയച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളും കൂടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2 ലക്ഷത്തിലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എല്ലാവരും സഹായിക്കണം എന്നല്ല, നിങ്ങൾ പറ്റുന്ന ആൾക്കാർ ഒരു 50 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും അത് നിങ്ങൾ തരുന്ന വലിയൊരു ഉപകാരമായിരിക്കും. കാരണം അവർക്കത് വളരെ അത്യാവശ്യമായിട്ടൊരു കാലഘട്ടമാണ്. അപ്പോൾ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഷാജിദനെ സഹായിക്കുക. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പഴയ സ്റ്റൈലങ്ങ് മാറി. നേരത്തെ വരുന്ന അപരാധം പറച്ചിലായിരുന്നു ലൈവ്, അത് മാറി മാന്യമായ രീതിയിൽ സഭ്യമായ രീതിയിൽ സംസാരിക്കുന്നു. എത്ര നാളത്തേക്കെന്ന് അറിയത്തില്ല, ഏതായാലും ഇങ്ങനൊരു ചേഞ്ച് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഷാജിദയുടെ വീഡിയോ കാണുന്നത്. നേരത്തെ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. സോ ആ ഒരു മാറ്റത്തിൽ ഞാൻ കൃതർത്ഥനായി ഷജിട്ടോ, ഞാൻ കൃതർത്ഥനായി. ബാക്കിയൊക്കെ ുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ പൊരുത്തപ്പെട്ട് തരണം എല്ലാവരും. അതൊക്കെ എൻ്റെ ടെൻഷൻ മൂലം എൻ്റെ എന്താ പറയുക, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു ടെൻഷൻ. ഈ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന ഈ ഭർത്താക്കന്മാർ മരിച്ചിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന, മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്ക് ചുറ്റും. ഇതിനകത്ത് ചില സ്ത്രീകൾ, ഫോർ എക്സാമ്പിൾ ഷാജിദ ഷാജി, ഫോർ എക്സാമ്പിൾ രേണുസുതി, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും കമന്റ്, ഈ ആൾക്കാരെല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു കണക്കാണ്, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി മക്കളെ നോക്കും. നിങ്ങൾ ഈ കണക്ക് പറയാതിരിക്കൂ, നിങ്ങൾ സ്ട്രഗിളിംഗ് ആണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത് കണക്ക് പറയുമ്പോഴത്തേനും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അതിന് കണ്ടു നിൽക്കുന്നവർക്ക് എന്താണ്, അവർക്കൊരു തേങ്ങയില്ല. നിങ്ങൾ കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾ കഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങളുടെ സെന്റിമെന്റ്സ് വർക്ക് ചെയ്യാനായിട്ടാണ്. ഓക്കെ കേട്ടോ, ഞാൻ അത് ഓർത്തില്ല, സോറി. വരുന്ന ഓരോ കാര്യങ്ങളാണ്, ഓരോ ഇതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തെറ്റ് പുറത്തു തരിക. വിശാല മനസ്കനായ ആശാൻ ഷാജിദയോട് ക്ഷമിച്ചിരിക്കുന്നു. ഞാനല്ല കേട്ടോ, പുള്ളിക്കാരി തെറ്റ് ചെയ്തവര്, നമ്മളെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഓർത്തിട്ട് എൻ്റെ മക്കൾക്ക് മുന്നോട്ട് പഠിക്കാനുള്ള എഡ്യൂക്കേഷൻ നമുക്ക് ആകെ കൊടുക്കാൻ പറ്റുന്ന അവരെ പഠിപ്പിക്കാനേ പറ്റുള്ളൂ. പഠിപ്പിച്ച് അവരെന്തെങ്കിലും ആയി തീർന്നാലേ നമുക്ക് എന്തെങ്കിലും പറ്റുള്ളൂ. എന്നും എനിക്ക് ഈ യൂട്യൂബ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും എനിക്ക് യൂട്യൂബിൽ വന്നിരുന്നിട്ട് യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിനോട് സഹായം ചോദിക്കുക. എന്നും പുല്ലും എനിക്ക് യൂട്യൂബും കെട്ടിപ്പറക്കിക്കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു ഫ്രേസ് പുള്ളിക്കാരി എപ്പോഴും പറഞ്ഞാണ്. അതായത് ആളുടെ സബ്സ്ക്രൈബേഴ്സിനോട് ആൾക്ക് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. അത് എന്നെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തു, വീഡിയോ കാണുന്നു, ഞാൻ പൈസ ഉണ്ടാക്കുന്നു, കുറേ സബ്സ്ക്രൈബേഴ്സ്, ആ ഒരു സെറ്റപ്പാണ്. ഈ സബ്സ്ക്രൈബേഴ്സിനെ പുച്ഛിക്കുന്നതിനോടാണ് എനിക്ക് ഷാജിദയോട് ഏറ്റവും അധികം എതിർപ്പുള്ളൊരു സാധനം. കാരണം പുള്ളിക്കാരിക്ക് ഒരു ആവശ്യം വരുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് വേണം കേട്ടോ, നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. ആ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീയൊക്കെ എന്ത് സബ്സ്ക്രൈബർ, നീയൊക്കെ നീയൊക്കെ കാണിക്കുന്നത്, ഈ ഒരു സെറ്റപ്പിലാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. ആ ഒരു സെറ്റപ്പിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. താല്പര്യമുള്ളത് താല്പര്യപ്പെടട്ടോ. വരുമാന കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല, അത്രയൊന്നും ഇല്ല. പിന്നെ എന്നെ അറിയണോ, അത്രയൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും നല്ല വ്യൂസ് ഉണ്ടായിരുന്ന, ലൈവിനും പോലും ഭയങ്കര വ്യൂസ് ഉണ്ടായിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. സൂര്യനാരായണ വർമ്മ, അത് മറ്റേ പടമാണല്ലോ, അതേപോലെ അതേപോലെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ, അതായത് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ച ആപത്ത് കാലത്ത് ആ തൈ വെട്ടി തീ കത്തിച്ച് വെയിൽ കായാം, ആ ഒരു സാധനമാണ്. അപ്പം നമ്മൾ ആ സമയത്ത് നോക്കണമായിരുന്നു. പുള്ളിക്കാരി ഈ പറയുന്ന ക്രീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത്, നൈറ്റുകൾ അല്ലെങ്കിൽ ഡ്രസ്സുകൾ സെയിൽ ചെയ്യാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തെല്ലാം എന്ത് സബ്സ്ക്രൈബർ, എനിക്ക് യൂട്യൂബ് ഉണ്ടോ, ഞാൻ എന്നും ഒന്നും യൂട്യൂബിലൊന്നും ഇരിക്കത്തില്ല. ഇത് എപ്പോഴും പുള്ളിക്കാരിക്കുള്ള ഒരു പ്രവണതയാണ്. ഷാജിദ് എൻ്റെ വീഡിയോ കാണുമോയെന്ന് എനിക്കറിയത്തില്ല, കാണുകയാണെങ്കിൽ അതൊന്ന് തിരുത്താൻ ശ്രമിക്കുക. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ സംസാര ശൈലി മാറിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ ലൈവിൽ വളരെയധികം മെച്ചപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. ഞഞ്ഞായി ബാ ബാക്കി പറയാം. എന്നെ ഇതാക്കണവരും പിന്നെ അറിഞ്ഞ് തരുന്ന പൈസയാണ് ഞാൻ എല്ലാവരും മേടിച്ചിട്ടുള്ളൂ. അറിഞ്ഞ് നമുക്ക് തന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്ന പൈസ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അത് എത്തി
അറിഞ്ഞ് നമുക്ക് തരുന്ന പൈസ നമ്മൾ മേടിച്ച് ചിലവാക്കി, എന്നിട്ട് ഈ അറിഞ്ഞ് തന്നവരെ നല്ല അറഞ്ചം പറഞ്ഞു അങ്ങ് പറയും. അതൊക്കെയാണ് ഞാൻ പോരായ്മ. മക്കൾക്ക് നേർന്നിട്ട് ഞാൻ ഷാജി ഇതാ തരണു പറഞ്ഞാൽ ഞാനത് കൈ നീട്ടി 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ളൂ, ആറിനെ ഇതാക്കിയിട്ടില്ല. 2 കൈ നീട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നിലവിലെ പ്രശ്നം. ഷാജിദ ഷാജിക്ക് സ്വന്തമായിട്ടൊരു വീടെന്ന സ്വപ്നവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ട് നല്ലവരായി നാട്ടുകളിൽ നിന്ന് ഉദാരമായ സംഭാവനകൾ സ്വീകരിക്കുന്നു. ബക്കറ്റില്ലല്ലോ, ബക്കറ്റ് പിരി വലുത്. അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ സഹായിക്കുക. കാരണം ഞാൻ ഒരിക്കലും ഒരാൾക്ക് വീട് കിട്ടുന്ന സഹായത്തെ നിരസിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പറ്റുന്നവരെല്ലാം സഹായിക്കുക. പക്ഷേ ഷാജിദയ്ക്ക് അങ്ങനെ ഒരു സഹായത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് എങ്ങനെ എറിഞ്ഞാലും 4 കാല നിൽക്കാൻ അറിയാം. സോ സ്വന്തം അധ്വാനത്തിൽ അങ്ങനെ ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ വളരെ കറേജിയസ് ആയിട്ടൊരു സ്ത്രീയാണ്. സോ അതങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നാളെ ഒരു സമയത്ത് ഈ സബ്സ്ക്രൈബറിൽ പല ആളുകളും പല ലക്ഷ്യങ്ങളോടെ ആയിരിക്കും സഹായിക്കുന്നത്. അവർ ഓരോന്നൊക്കെ പറയും. പിന്നെ അന്നേരം ഈ സഹായിച്ചവൻ്റെ കുഞ്ഞമ്മാടളയച്ചൻ്റെ മോൻ്റെ കൊച്ചച്ഛൻ്റെ അളയച്ചൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നത് വീണ്ടും പ്രശ്നമാവും. അപ്പോൾ ഒരു നന്മ വരുമ്പോൾ നീയൊക്കെ പോടാ, തിന്മ വരുമ്പോൾ അണ്ണ എല്ലാവരും പാടുക. ആ സെറ്റപ്പ് എടുക്കാതിരിക്കട്ടാ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റിൽ രേഖപ്പെടുത്തുന്ന ബൈ.